കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ബേസിക് സയൻസ് പരിസ്ഥിതി പഠനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? ഈസി അല്ലേ? നല്ലതുപോലെ പഠിച്ചില്ലേ? എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഫെർട്ടിലൈസർ വളങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് കേട്ടോ. ജൈവ വളങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. രണ്ട് തരത്തിലുള്ള വളങ്ങളുണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൈവ വളങ്ങൾ, ഓർഗാനിക് ഫെർട്ടിലൈസർ. എന്താ? ഓർഗാനിക് ഫെർട്ടിലൈസർ, ജൈവ വളങ്ങൾ. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ജൈവം. നമുക്ക് എന്താണ്, അധികം കെമിക്കലൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ജൈവ വളങ്ങൾ, ഓർഗാനിക് ഫെർട്ടിലൈസർ. ഒന്ന് കമ്പോസ്റ്റ് വളം. കമ്പോസ്റ്റ് പഴയ ഇലകളും എല്ലാം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒത്തിരി കാലങ്ങൾ കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? നമ്മൾ പച്ചക്കറിയും വേസ്റ്റൊക്കെ ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടിയിട്ടേക്ക് അതിങ്ങനെ അവിടെ നിന്ന് ഉണങ്ങി അത് കമ്പോസ്റ്റ് വളമായിട്ട് മാറുന്നു. കമ്പോസ്റ്റ് വളം, കമ്പോസ്റ്റ്. ഇപ്പോൾ ജൈവ വളങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാൻ ചോദിക്കും. കമ്പോസ്റ്റ് വളം, കമ്പോസ്റ്റ്. രണ്ടാമത്തേത് എല്ലുപൊടി, ബോൺ മീൽ, എല്ലുപൊടി, ബോൺ മീൽ. മൂന്നാമത്തേത് ചിക്കൻ മാനുവർ, കോഴിക്കാഷ്ടം, ചിക്കൻ മാനുവർ. ഇപ്പോൾ ജൈവ വളങ്ങൾ, 3 ജൈവ വളങ്ങൾ പറഞ്ഞേ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് ഉദാഹരണം പറഞ്ഞേ. കമ്പോസ്റ്റ് വളം, എല്ലുപൊടി, ബോൺ മീൽ, കോഴിക്കാഷ്ടം, ചിക്കൻ മാനുവർ. അപ്പം പറഞ്ഞ് ജൈവ വളങ്ങൾ ഏതൊക്കെയാ, ജൈവ വളങ്ങൾ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കാം. അതിനു മുൻപ് ജൈവവളം എന്താണെന്ന് നമുക്ക് നോക്കാം. ജൈവവളം എന്താ? ജൈവവളങ്ങൾ ഏതൊക്കെയാ? ഓർഗാനിക് ഫെർട്ടിലൈസർ ഏതൊക്കെയാണ്? കമ്പോസ്റ്റ് വളം, ബോൺ മീൽ, എല്ലുപൊടി, ചിക്കൻ മാനുവർ, കോഴിക്കഷ്ടം. ഇത്രയും നമ്മൾ മനസ്സിലായല്ലോ. ഇനി ജൈവവളങ്ങൾ, ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ പ്രത്യേകതകൾ പഠിക്കാം കേട്ടോ. ജൈവ വസ്തുക്കളിൽ നിന്നാണ് ജൈവവളങ്ങൾ ഉണ്ടാക്കുന്നത്. ജൈവ വസ്തുക്കളിൽ നിന്ന്, അതായത് ഓർഗാനിക് ഫെർട്ടിലൈസർ കിട്ടുന്നത് ഓർഗാനിക് മാറ്ററിൽ നിന്നാണ്. ഒബ്റ്റൈൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ. ജൈവ വസ്തുക്കളിൽ നിന്ന് ജൈവവളം കിട്ടുന്നു. ഓർഗാനിക് മാറ്ററിൽ നിന്ന് നമുക്ക് ഒബ്റ്റൈൻഡ് ഫ്രം കിട്ടുന്നു. എവിടെ നിന്നാ? ഓർഗാനിക് മാറ്റർ. ഒബ്റ്റൈൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ. ഒബ്റ്റൈൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ. ജൈവ വസ്തുക്കളിൽ നിന്നാണ് ജൈവവളം ലഭിക്കുന്നത്. ഒബ്റ്റൈൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ.
കൂടുതൽ അളവിൽ വേണ്ടി വരും കേട്ടോ. നമുക്ക് ജൈവവളം ചെടിക്ക് കൂടുതൽ അളവിൽ നൽകണം, എന്നാൽ മാത്രമേ ചെടിക്ക് അത് ഉപകാരമാകുള്ളൂ. അപ്പോൾ ഹയർ ക്വാണ്ടിറ്റിയിൽ നമ്മളത് കൊടുക്കണം. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, കൂടുതൽ അളവിൽ കൊടുത്താൽ മാത്രമേ ചെടിക്ക് നല്ല ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, കൂടുതൽ അളവിൽ വേണ്ടി വരും. ജൈവവളങ്ങളുടെ മറ്റൊരു കാര്യം എന്താ? കൂടുതൽ അളവിൽ വേണ്ടി വരും. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി. മണ്ണിന് ദോഷകരമല്ല. മൂന്നാമത്തെ സവിശേഷത എന്താ? മണ്ണിന് ദോഷകരമല്ല. നോട്ട് ഹാംഫുൾ ടു സോയിൽ. നോട്ട് ഹാംഫുൾ ടു സോയിൽ, മണ്ണിന് ദോഷമായിട്ടൊന്നും സംഭവിക്കില്ല. നോട്ട് ഹാംഫുൾ ടു സോയിൽ, മണ്ണിന് ദോഷമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. cannot be supplied as a single component. അതിൻ്റെ ഒന്ന് മാത്രമായിട്ട് നമ്മൾ ചെടിക്ക് ഇട്ടെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. cannot be supplied as a single component. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. cannot be supplied as a single component. ഇപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 2 ഗുണങ്ങളാണ്, 2 എന്താ? ദോഷകരമൊന്നല്ല. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് അത് എന്താ പറയുക, കൂടുതൽ ഉപകാരപ്രദമല്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ദോഷകരമായിട്ടുള്ളതാണ്. ജൈവവസ്തുക്കളിൽ നിന്ന് ജൈവവളങ്ങളുടെ പ്രത്യേകത എന്താണ്? ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. മണ്ണിന് ദോഷകരവും അല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ഈ 4 കാര്യങ്ങളാണ് ജൈവവളങ്ങളുടെ സവിശേഷതകൾ. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ വേണ്ടി വരും. ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവ്, മണ്ണിന് ദോഷമല്ല, നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാൻ കഴിയില്ല. ഒബ്റ്റെയിൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്ക് കിട്ടുന്നത് ഒബ്റ്റെയിൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ. റിക്വയർഡ്, ആവശ്യമായി വരുന്നു. ഇൻ ഹയർ ക്വാണ്ടിറ്റി, കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമായിട്ട് വരുന്നു, അളവ് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നു. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി. നോട്ട് ഹാംഫുൾ ടു സോയിൽ, സോയിലിന് ദോഷകരമല്ല. നോട്ട് ഹാംഫുൾ ടു സോയിൽ. കനോട്ട് ബി സപ്ലൈഡ്, നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല. ആസ് എ സിംഗിൾ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ സവിശേഷത, പ്രത്യേകതകൾ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കെമിക്കൽ ഫെർട്ടിലൈസറാണ്. രാസവളങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസർ. യൂറിയ കണ്ടോ, ഇതാണ് യൂറിയ. NPK മിക്സ്ചർ. ഇനി ഫാക്ടം ഫോസും ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഫാക്ടം ഫോസ് കെമിക്കൽ ഫെർട്ടിലൈസറിൽ വരുന്നതാണ്. യൂറിയ, NPK, ഫാക്ടം ഫോസ് മുതലായവ. ഓക്കെ, യൂറിയ, NPK മിക്സ്ചർ, ഫാക്ടം ഫോസും വരും കേട്ടോ. അപ്പോൾ രാസവളങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാ? യൂറിയ. കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? യൂറിയ. ഇത് നമുക്ക് ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതല്ല കേട്ടോ, നമുക്ക് കിട്ടുന്നതല്ല, നമുക്ക് വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. യൂറിയ, NPK മിക്സ്ചർ. ഇനി അതുപോലെ വരുന്നതാണ് ഫാക്ടം ഫോസ്. ഓക്കെ, ഇപ്പോൾ രാസവളങ്ങളും ജൈവവളങ്ങളും. രാസവളങ്ങളുടെ പ്രത്യേകത എന്താ? രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. അതായത് വലിയ വ്യാവസായികമായിട്ട് വലിയ കമ്പനികളിൽ നിർമ്മിക്കുന്നതാണ്. പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രിയലി. ഉണ്ടാകുന്ന എന്തിൽ നിന്നാ? കെമിക്കൽസിൽ നിന്ന്. ഇൻഡസ്ട്രിയലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് വലിയ കമ്പനികളിൽ ഉണ്ടാക്കുന്ന വളങ്ങളാണ്. പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ്, രാസവസ്തുക്കളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ വ്യാവസായികമായി കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത് കേട്ടോ. കൂടുതൽ വ്യാവസായികമായിട്ടാണിത് നിർമ്മിക്കുന്നത്. ഇൻഡസ്ട്രിയലി കെമിക്കൽസ്, പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് ഇൻഡസ്ട്രിയലി. രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുകയാണ്. രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വ്യാവസായികമായി ഇത് നിർമ്മിക്കുകയാണ്. കുറഞ്ഞ അളവിൽ മതി. റിക്വയർഡ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി. കുറഞ്ഞ അളവ് മതി. ജൈവവളമാണെങ്കിൽ ഹയർ ക്വാണ്ടിറ്റി വേണം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ ലെസ്സർ ക്വാണ്ടിറ്റി മതി. അവിടെ നമ്മൾ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നിർമ്മിക്കാം. ഇവിടെയാണെങ്കിൽ എന്താ? വ്യാവസായികമായിട്ട് ഇൻഡസ്ട്രിയലായിട്ടാണ്, കെമിക്കൽസിൽ നിന്നാണ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. എക്സസ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. കൂടുതൽ ഉപയോഗിച്ചാൽ ഡിസ്ട്രോയ്സ്
സോയിൽ സ്ട്രക്ചർ മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. എക്സസ് യൂസ് കൂടുതൽ ഉപയോഗിച്ചാൽ ഡിസ്ട്രോയ്സ് സോയിൽ സ്ട്രക്ചർ മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. നമുക്ക് ജൈവത്തിൽ പറ്റത്തില്ല. ഇവിടെ കമ്പോണൻറ്റ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഘടകം മാത്രമായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാം. ഏതാണോ നമുക്ക് ആവശ്യം, എന്തിൻ്റെ കുറവാണോ ഉള്ളത് ആ കുറവിനുള്ള രാസവളം നമുക്ക് കൊടുക്കാം. എന്നാൽ ജൈവവളത്തിൽ നമുക്ക് അതിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ജൈവവളം ഉപയോഗിച്ച് കഴിയത്തില്ല. ഓക്കെ, ഇപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ജൈവവളം എന്ന് പറഞ്ഞാൽ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു. രാസവളം കെമിക്കൽ ഉപയോഗിച്ച് രാസവസ്തു ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു. അത് ജൈവവളം ഹയർ ക്വാണ്ടിറ്റി വേണം, കൂടുതൽ അളവിൽ വേണം. കെമിക്കൽ ഫെർട്ടിലൈസർ ലെസർ ക്വാണ്ടിറ്റിയാണ് ആവശ്യം, കുറഞ്ഞ അളവിൽ മതി. ജൈവവളത്തിൽ നോട്ട് ഹാംഫുൾ, മണ്ണിന് ദോഷകരമല്ല. എന്നാൽ കെമിക്കൽ ഫെർട്ടിലൈസർ എക്സസ് യൂസ്, കൂടുതൽ ഉപയോഗം ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കും. അവിടെ സിംഗിൾ കമ്പോണൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഒറ്റ ഘടകമായിട്ട് കൊടുക്കാൻ, ആവശ്യമുള്ള ഘടകമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. രാസവളത്തിലോ ചെടിക്ക് എന്താണോ ആവശ്യം അതിനുവേണ്ടി നമുക്ക് ഒരു രാസവളം കൊടുക്കാം. ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്. ഇപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായല്ലോ. ജൈവവളങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാ ജൈവവളങ്ങൾ? ഏതൊക്കെയാ? എല്ലുപൊടി, ഓക്കെ, ചിക്കൻ മാനുവർ, യെസ്, വെരി ഗുഡ്. രാസവളങ്ങൾ ഉദാഹരണം പറഞ്ഞേ. ഓക്കെ, ഫാക്ടം ഫോസ്, യൂറിയ, NPK, വെരി ഗുഡ്. അപ്പോൾ ജൈവവളം, രാസവളം. സംശയമുണ്ടോ? ഇല്ല. അതുപോലെ വരുന്നതാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ, ജീവാണുവളം. ജീവാണുവളം, മൈക്രോബിയൽ ഫെർട്ടിലൈസർ. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തുന്ന വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, നമുക്ക് എന്താണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതി, സൂക്ഷ്മജീവികളെ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്നതാണ് ജീവാണുവളപ്രയോഗം. ആ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണം ഏതാണെന്ന് അറിയാമോ? ആ ജീവാണുവളങ്ങൾക്ക് സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം. In this method of application of fertilizer, microbes are used. എന്താ ഉപയോഗിക്കുന്നത് ഫെർട്ടിലൈസർ ആയിട്ട്? മൈക്രോബ്സ്. മൈക്രോബ്സ് ആർ യൂസ്ഡ് as fertilizers. അപ്പോൾ മൈക്രോബിയൽ ഫെർട്ടിലൈസറിൽ നമ്മൾ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നത് മൈക്രോബ്സ് ആണ്. എക്സാമ്പിൾ ഏതൊക്കെയാ? സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം, 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 സ്യൂഡോമോണസ്. ഇതൊക്കെയാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ. അപ്പോൾ മാച്ച് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ എഴുതാൻ ചോദിക്കും. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തി മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സൂക്ഷ്മജീവികൾ, മൈക്രോബ്സ് യൂസ് ചെയ്തിട്ടുള്ള, ഉപയോഗപ്പെടുത്തിയുള്ള ഫെർട്ടിലൈസേഴ്സ്, വളപ്രയോഗ രീതിയാണ്, മെത്തേഡാണ് എന്താ? ജീവാണുവളപ്രയോഗം, മൈക്രോബിയൽ ഫെർട്ടിലൈസർ. മൈക്രോബിയൽ ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം, സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം. ഇത് രണ്ടും ജീവാണുവളം, മൈക്രോബിയൽ ഫെർട്ടിലൈസറിന് ഉദാഹരണങ്ങളാണ്. സൂക്ഷ്മജീവികൾ ഓർമ്മിച്ചു വയ്ക്കുക, മൈക്രോബ്സ്. ഉദാഹരണം സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്.
1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.